ഹായ്, എല്ലാവർക്കും അനേഷ് ലേണിംഗ് BSc എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023 ഒരു ചോദ്യ പേപ്പറാണ്. അതിൽ ഇന്ത്യയും ഭരണഘടനയുമായി ബന്ധപ്പെട്ട് PSCയിൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഇനി ആവർത്തിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളുമാണ് നോക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. LDC സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ നമ്മളൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മിഷൻ LDC 2024 എന്നുള്ളത്. അത് പ്രകാരം നിങ്ങൾക്ക് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കാണാവുന്നതാണ്. ആദ്യത്തെ ചോദ്യം, പറക്കം സിംഗ് എന്ന് അറിയപ്പെടുന്ന മിൽഖ സിംഗ് അന്തരിച്ച വർഷം ഏത്? പറക്കം സിംഗ് എന്ന് അറിയപ്പെടുന്ന മിൽഖ സിംഗ് അന്തരിച്ച വർഷം. ഓപ്ഷൻസ് 2018, 2019, 2020, 2021. ആൻസർ ഓപ്ഷൻ ഡി 2021. പറക്കം സിംഗ് എന്ന് അറിയപ്പെടുന്ന മിൽഖ സിംഗ് അന്തരിച്ച വർഷം 2021. അടുത്തത്, പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന്? പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത്. ഓപ്ഷൻസ് 20 ജൂൺ 2019, 14 ജൂലൈ 2019, 22 ജൂലൈ 2019, 14 ജൂൺ 2019. ആൻസർ ഓപ്ഷൻ സി 22 ജൂലൈ 2019. പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് 22 ജൂലൈ 2019. അടുത്തത്, കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആര്? കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി. ഓപ്ഷൻസ് അമിത് ഷാ, നിർമ്മല സീതാരാമൻ, നാരായണ ടാറ്റൂർ റാണെ, പീയൂഷ് ഗോയൽ. ആൻസർ ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ. കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. അടുത്തത്, 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയതാര്? 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത്. ഓപ്ഷൻസ് പാകിസ്ഥാൻ, ശ്രീലങ്ക, ഇന്ത്യ, ബംഗ്ലാദേശ്. ആൻസർ ഓപ്ഷൻ സി ഇന്ത്യ. 2023 16ാമത് പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ. അടുത്തത്, ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന്? ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത്. ഓപ്ഷൻസ് 1950 ജനുവരി 24, 1950 ജനുവരി 25, 1950 ജനുവരി 26, 1949 ജനുവരി 26. ആൻസർ ഓപ്ഷൻ ബി 1950 ജനുവരി 25. ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് 1950 ജനുവരി 25. അടുത്തത്, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം. ഓപ്ഷൻസ് ബംഗാളി, ഷോം പ്രകാശ്, സംബാദ് കൗമുദി, മിറാത്ത് ഉൽ അക്ബർ. ആൻസർ ഓപ്ഷൻ സി സംബാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംബാദ് കൗമുദി. അടുത്തത്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ആര്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ. ഓപ്ഷൻസ് ശ്യാം ശരൺ നേഗി, ജോഷി കുമാർ, ജവഹർലാൽ നെഹ്റു, സുകുമാർ സെൻ. ആൻസർ ഓപ്ഷൻ എ ശ്യാം ശരൺ നേഗി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടറാണ് ശ്യാം ശരൺ നേഗി. അടുത്തത്, ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആര്? ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത്. ഓപ്ഷൻസ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, രമേശ് ചന്ദ്ര ദത്ത്, ദാദാഭായ് നവറോജി. ആൻസർ ഓപ്ഷൻ ബി ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ബാലഗംഗാധര തിലകനെയാണ്. അടുത്തത്, കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏത്? കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം. ഓപ്ഷൻസ് കൽപ്പാക്കം, കാഗ്രപാറ, നറോറ, കൈഗ. ആൻസർ ഓപ്ഷൻ ഡി കൈഗ. കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയമാണ് കൈഗ. അടുത്തത്, ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഏത്? ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം. ഓപ്ഷൻസ് ഉത്തര മഹാസമതലം, ഹിമാലയം, ഉപദ്വീപീയ പീഠഭൂമി, ദ്വീപുകൾ. ആൻസർ ഓപ്ഷൻ സി ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. അടുത്തത്, ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഏത്? ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി. ഓപ്ഷൻസ് ഡെക്കാൻ പീഠഭൂമി, മാൽവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഉത്തര മഹാസമതലം. ആൻസർ ഓപ്ഷൻ എ ഡെക്കാൻ പീഠഭൂമി. ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അടുത്തത്, അമരാവതി ഏതു നദിയുടെ പോഷക നദിയാണ്? അമരാവതി ഏത് നദിയുടെ പോഷക നദിയാണ്? ഓപ്ഷൻസ് കൃഷ്ണ, കാവേരി, ഗോദാവരി, താപ്തി. ആൻസർ ഓപ്ഷൻ ബി കാവേരി. അമരാവതി കാവേരി നദിയുടെ പോഷക നദിയാണ്. അടുത്തത്, സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏവ? സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഓപ്ഷൻസ് ഡൽഹി, മുംബൈ, ചെന്നൈ, ബാംഗ്ലൂർ, ഡൽഹി, വാരണാസി, ജയ്പൂർ, കൊൽക്കത്ത, ബാംഗ്ലൂർ, ചെന്നൈ, ജയ്പൂർ, ബോംബെ,
ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ആൻസർ ഓപ്ഷൻ ഡി, ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഓപ്ഷൻസ്: ലഡാക്ക്, കാരക്കോറം, സസ്കർ, ഹിമാലയം. ആൻസർ ഓപ്ഷൻ ബി, കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് കാരക്കോറം പർവ്വതനിരകൾ. അടുത്തത്, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഏത്? കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം. ഓപ്ഷൻസ്: ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. ആൻസർ ഓപ്ഷൻ സി, മുംബൈ. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരമാണ് മുംബൈ. അടുത്തത്, ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഓപ്ഷൻസ്: ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, ഭിലായി സ്റ്റീൽ പ്ലാന്റ്. ആൻസർ ഓപ്ഷൻ സി, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി. ഓപ്ഷൻസ്: മുംബൈ ഹൈ, ഡിഗ്ബോയ്, ജാറിയ, നെയ്വേലി. ആൻസർ ഓപ്ഷൻ എ, മുംബൈ ഹൈ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഖനി എന്നറിയപ്പെടുന്നത് മുംബൈ ഹൈ. അടുത്തത്, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ഓപ്ഷൻസ്: മഹാനദി, നർമ്മദ, കാവേരി, ഗോദാവരി. ആൻസർ ഓപ്ഷൻ ഡി, ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി. അടുത്തത്, അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ്. ഓപ്ഷൻസ്: ആർട്ടിക്കിൾ 17, ആർട്ടിക്കിൾ 18, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 20. ആൻസർ ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 17. അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 17. അടുത്തത്, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻസ്: അനുച്ഛേദം 51, അനുച്ഛേദം 51A, അനുച്ഛേദം 52, അനുച്ഛേദം 32. ആൻസർ ഓപ്ഷൻ ബി, അനുച്ഛേദം 51A. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 51A എന്ന ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്തത്, ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ ആര്? ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻസ്: പാർലമെൻറ്റ്, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, സുപ്രീം കോടതി. ആൻസർ ഓപ്ഷൻ ഡി, സുപ്രീം കോടതി. ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം എത്ര? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം. ഓപ്ഷൻസ്: 52 സെക്കൻഡ്, 54 സെക്കൻഡ്, 51 സെക്കൻഡ്, 53 സെക്കൻഡ്. ആൻസർ ഓപ്ഷൻ എ, 52 സെക്കൻഡ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയദൈർഘ്യം 52 സെക്കൻഡാണ്. അടുത്തത്, ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം എത്ര? ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം. ഓപ്ഷൻസ്: 22, 21, 23, 24. ആൻസർ ഓപ്ഷൻ ഡി, 24. ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം 24 എണ്ണമാണ്. അടുത്തത്, വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആര്? വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻസ്: മുഹമ്മദ് ഇക്ബാൽ, രവീന്ദ്രനാഥ് ടാഗോർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി, അരബിന്ദോ. ആൻസർ ഓപ്ഷൻ സി, ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി. അടുത്തത്, മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? ഓപ്ഷൻസ്: 42-ാം ഭരണഘടനാ ഭേദഗതി, 44-ാം ഭരണഘടനാ ഭേദഗതി, 52-ാം ഭരണഘടനാ ഭേദഗതി, 74-ാം ഭരണഘടനാ ഭേദഗതി. ആൻസർ ഓപ്ഷൻ ബി, 44-ാം ഭരണഘടനാ ഭേദഗതി. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്തവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ
ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭരണഘടനാ ഭേദഗതി. അടുത്തത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ആര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ. ഓപ്ഷൻസ്: ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, ജസ്റ്റിസ് രംഗനാഥ് മിശ്ര, ജസ്റ്റിസ് AS ആനന്ദ്, ജസ്റ്റിസ് AN റോയ്. ആൻസർ ഓപ്ഷൻ ബി, ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാനാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. അടുത്തത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാല ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാല ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഓപ്ഷൻസ്: ഇംഗ്ലണ്ട്, ഫ്രാൻസ്, അമേരിക്ക, ഇന്ത്യ. ആൻസർ ഓപ്ഷൻ സി, അമേരിക്ക അല്ലെങ്കിൽ USA. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാല ഹർദയാൽ ഗദ്ദാർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് അമേരിക്കയിൽ വച്ചാണ്. അടുത്തത് 1950 മാർച്ച് 15-ന് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു? 1950 മാർച്ച് 15-ന് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ വൈസ് ചെയർമാൻ. ഓപ്ഷൻസ്: ജവഹർലാൽ നെഹ്റു, ഗുൽസാരി ലാൽ നന്ദ, TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. ആൻസർ ഓപ്ഷൻ ബി, ഗുൽസാരി ലാൽ നന്ദ. 1950 മാർച്ച് 15-ന് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷൻ്റെ ചെയർമാനാണ് ഗുൽസാരി ലാൽ നന്ദ. അടുത്തത് സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ്. ഓപ്ഷൻസ്: 16, 17, 15 ഇവയൊന്നുമല്ല. ആൻസർ ഓപ്ഷൻ സി, 15. സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ തരത്തിലുള്ള വിവേചനങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് 15-ാം വകുപ്പ്. അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്ന് സ്വീകരിച്ചതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്ന് സ്വീകരിച്ചതാണ് അല്ലെങ്കിൽ കടം കൊണ്ടതാണ്? ഓപ്ഷൻസ്: കാനഡ, ഫ്രാൻസ്, അയർലാൻഡ്, അമേരിക്ക. ആൻസർ ഓപ്ഷൻ ബി, ഫ്രാൻസ്. ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് 2023-ൽ ചോദിച്ചിട്ടുള്ള ഇന്ത്യയുമായി ബന്ധപ്പെട്ട്, അതായത് ഇന്ത്യൻ ഭൂമിശാസ്ത്രവും ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് PSCയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കിയത്. ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധങ്ങളും നോക്കി പഠിക്കുകയാണെങ്കിൽ വരുന്ന എക്സാമുകളിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെ ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം.